സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്വർണ്ണക്കപ്പ് തൃശൂർ എത്തിച്ചു. കൊരട്ടയിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ റോഡ് ഷോയാണ് കപ്പ് നഗരത്തിലെത്തിച്ചത്. സൂരജ്, സാംസ്കാരിക കിരീടം പൂരനഗരി വരവേൽക്കുന്നത് എങ്ങനെയാണ്? ഹാഷ്മി, എങ്ങനെയാണോ തൃശൂർ പൂരത്തെ തൃശൂർ വരവേൽക്കുന്നത് അതിന് സമാനമായ ആഘോഷം തന്നെയാണ്. മുത്തുക്കുടകൾ എന്തിക്കൊണ്ട് നിരവധി വിദ്യാർത്ഥികൾ അണിനിരന്നുകൊണ്ടുള്ള വലിയ റോഡ് ഷോയാണ് തൃശൂർ നഗരത്തിൽ സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ നിന്ന് ഈ റോഡ് ഷോ ആയി തന്നെ, അതായത് ഇന്ന് രാവിലെ ഈ റോഡ് ഷോ ആയി എത്തിയ ഈ പ്രചാരണം അത് പിന്നീട് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു ആഘോഷമായിക്കൊണ്ട് അതിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കാൽനടയായി പങ്കെടുക്കുന്നതെല്ലാമാണ് നമ്മൾ കണ്ടത്. അങ്ങനെ നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അണിനിരന്നുകൊണ്ടുള്ള വലിയ ഘോഷയാത്രയാണ് ഇപ്പോൾ തൃശൂർ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വിദ്യാർത്ഥികളുണ്ട്. ഈ വാഹനത്തിൽ സ്വർണ്ണക്കപ്പേന്തി വിദ്യാർത്ഥികൾ നിൽക്കുന്നത് കാണാം. റവന്യൂ മന്ത്രി കെ രാജനുണ്ട്. റവന്യൂ മന്ത്രി കെ രാജന്റെയൊക്കെ നേതൃത്വത്തിൽ രാവിലെ 9 മണിക്ക് തുടങ്ങിയ റോഡ് ഷോയാണ്. വലിയ ചൂട് തൃശ്ശൂരിലുണ്ട്. പക്ഷേ ഈ ആഘോഷം ആ ചൂടിനെ ഒന്നും വകവെക്കുന്നില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. മന്ത്രിമാരും MLA-മാരും അടക്കം അതോടൊപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികളും പങ്കെടുത്തുകൊണ്ട് ഇന്ന് കൊരട്ടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയാണ് അതിപ്പോൾ തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഈ പൂരനഗരിയിൽ ഒരു ഉത്സവ ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. മുത്തുക്കുടകൾ എന്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ അണിനിരക്കുന്നു, ബലൂണുകൾ പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അണിനിരക്കുന്നു. വലിയ ആഘോഷം എവിടെയും നമുക്ക് കാണാൻ കഴിയും. വലിയ ആഘോഷമാണ്. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷത്തിലാണോ? ഹാപ്പിയാണ്, അടിപൊളിയാണ്. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂരിന് കിട്ടുന്നത്. നല്ല സന്തോഷമാണ്, അടിപൊളിയാണ്. അതിലൊരു പങ്കെടുക്കാൻ ചാൻസ് ഭാഗ്യമുണ്ട്. ആഘോഷിച്ചത് അങ്ങോട്ട് ഇത് തന്നെയാണ് 1/4 നൂറ്റാണ്ടിന് ശേഷം കിരീടം സമ്മാനിച്ച അല്ലെങ്കിൽ കിരീടം നേടിയ തൃശ്ശൂരിന്റെ ആഘോഷം അങ്ങനെ അലതല്ലുകയാണ്. ഇപ്പോഴും സ്വരാജ് റൗണ്ടിലൂടെ ഈ ആഘോഷം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാശ്മീർ സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകി. തൃശ്ശൂരിൽ ആനന്ദപൂരമാണ്. അവർ അങ്ങോട്ടേക്ക് വരുന്ന പൂരനഗരിയിലേക്ക് വരുന്ന സാംസ്കാരിക കേരളത്തിന്റെ കലാകിരീടത്തെ അതേ ആവശ്യത്തോടുകൂടി തന്നെ തൃശ്ശൂർ സ്വീകരിക്കുകയാണ്. സന്തോഷം.